നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 28 വ്യാഴം 2025 വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 50% ഉയർത്തിയ അമേരിക്കൻ തീരുമാനം നിലവിൽ വന്നതോടെ കേരളത്തിൻ്റെ സമുദ്രോൽപ്പന്ന മേഖല കടുത്ത പ്രതിസന്ധിയിൽ. അമേരിക്കൻ ഓർഡറുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചത്. എന്നാൽ ഈ ഓർഡറുകളെല്ലാം അമേരിക്ക തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് മാത്രം പ്രതിവർഷം ഏതാണ്ട് 21,000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത്. അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്ന് കേരളത്തിൽ നേരത്തെ ശേഖരിച്ചു വെച്ച ചരക്കിൻ്റെ മൂല്യം ഏതാണ്ട് 50% കുറഞ്ഞതാണ് കണക്കൂട്ടൽ. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വില കുറയണമെന്ന കണക്കൂട്ടൽ ചൈനയും വിയറ്റ്നാമും തായ്ലാൻഡും നേരത്തെ നൽകിയ ഓർഡറിൽ നിന്ന് പിന്മാറിയതായി ബിസിനസ്സുകാർ പറയുന്നു. വില കുറയാനുള്ള സാധ്യത ഉള്ളതിനാൽ അതുവരെ കാത്തിരിക്കാനാണ് അവരുടെ നീക്കം. ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തി അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുന്നു. തീരുവ വർധന മൂലം ഇന്ത്യക്ക് US വിപണിയിലുണ്ടാകുന്ന നഷ്ടം ഏകദേശം $4,800 കോടി അഥവാ 4.21 ലക്ഷം കോടി രൂപയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര വ്യാപാര മന്ത്രാലയം വ്യവസായ പ്രമുഖരുമായും വ്യാപാര പ്രതിനിധികളുമായും വിദഗ്ധരുമായും കഴിഞ്ഞ 72 മണിക്കൂറുകളായി ചർച്ച നടത്തി വരികയാണ്. അമേരിക്കയിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുന്നതും രാജ്യം തേടുന്നുണ്ട്. ഇന്ത്യയുടെ GDP വളർച്ചയെ ബാധിക്കാൻ ഇടയുള്ള ട്രംപിൻ്റെ അധിക തീരുവ നിലവിൽ വന്ന ശേഷം സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് 108 ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ 250 കോടിയിൽ പരം കോടി രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്നതായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഈ ഇടപാടിൽ പങ്കുണ്ടെന്നും ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് സ്വമേധയാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. DGPക്ക് ലഭിച്ച പരാതികൾ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. തൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്നും രാഹുൽ മാങ്കോട്ടത്തിനെതിരായ കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും യുവനടി റിനി ആൻ ജോർജ്. രാഹുൽ രാജിവെക്കണോ എന്ന് പ്രസ്ഥാനം തീരുമാനിക്കട്ടോ എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയാണെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. VD സതീശൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നിയെന്നും അതുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ തടഞ്ഞ DYFI പ്രവർത്തകർ. ടൗൺ ഹാളിന് സമീപം ഷാഫിയുടെ കാർ DYFI പ്രവർത്തകർ തടഞ്ഞുവെച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. DYFIയുടെ ഒടിയേന്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. എന്നാൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് സ്ഥലത്ത് നിന്ന് നീക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഷാഫിക്കെതിരെ പ്രതിഷേധം ഉണ്ടായത്. വടകരയിൽ ഷാഫി പറമ്പിൽ MPയെ DYFI പ്രവർത്തകർ തടഞ്ഞ് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ ഇറങ്ങി വന്നതോടെയാണ് നാടകീയതകൾക്ക് ഇടയാക്കിയത്. വടകര അങ്ങാടിയിൽ നിന്ന് പേടിച്ചു പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാണ് ഷാഫി കാറിൽ നിന്ന് ഇറങ്ങിയത്. ഷാഫി കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിനെ വകഞ്ഞു മാറ്റി റോഡിലിറങ്ങി. ഇതോടെ നേർക്കുനേർ DYFI പ്രവർത്തകരുമായി വാക്കുതർക്കമായി. പ്രതിഷേധത്തിനിടെ DYFI പ്രവർത്തകർ അസഭ്യം വിളിച്ചെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. അസഭ്യം വിളിച്ചാൽ കേട്ടിട്ട് പോകില്ലെന്നും ഷാഫി പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാക്കളെ വഴിയിൽ വാഹനം തടഞ്ഞ് ആക്രമിക്കാമെന്ന് CPMൻ്റെ ഗുണ്ടകൾ കരുതുന്നുണ്ടെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. CPMൻ്റെ ഗുണ്ടാ സംഘത്തെ നിലയ്ക്ക് നിർത്താൻ പാർട്ടി അടിയന്തര നടപടികൾ എടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷാഫി പറമ്പിലെ DYFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലബ് ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു ഭാഗത്തു നിന്ന് പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. വടകരയിൽ UDF നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര MLA KK രമയും UDF പ്രവർത്തകരും സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. KK രമ സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന റൂറൽ SPയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ DYFI പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതികരിച്ച് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. DYFI പ്രവർത്തകരുടെ സ്വാഭാവിക പ്രതികരണമാണെന്നും തീരുമാനിച്ച് നടപ്പാക്കിയതല്ലെന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഷാഫിക്കെതിരെ വടകരയിൽ ഉണ്ടായത്. വടകരയിൽ വൻ ഷോ ആണ് ഷാഫി നടത്തിയതെന്നും കൂട്ടിച്ചേർത്തു. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഓണം അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. തൃശ്ശൂരിൽ ലൂലു മാളിനെതിരെ ഹർജി നൽകിയ TN മുകുന്ദനെ പിന്തുണച്ച് CPI. ലൂലു ഗ്രൂപ്പ് മേധാവി MA യൂസഫ് അലിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗം വിലയിരുത്തി.
തൃശൂർ ലുലുമാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ RDOയുടെ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഭൂമി തരം മാറ്റാൻ ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാനും കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ 4 മാസത്തിനകം RDO തീരുമാനം എടുക്കണം. മലയാള സിനിമാ മേഖലയിലെ വിവിധ സംഘടനയിലെ ഉന്നതാധികാര സമിതിയായ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയായി മമ്മി സെഞ്ചുറി തെരഞ്ഞെടുക്കപ്പെട്ടു. സാബു ചെറിയാൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. DGP റാങ്കിൽ നിന്ന് വിരമിച്ച ടോമിൻ തച്ചങ്കരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. നെയ്യാറ്റിങ്കലിൽ തമിഴ്നാട് സ്വദേശികളെ തട്ടിക്കൊണ്ടുവന്ന് പണം കവർന്ന സംഘം അറസ്റ്റിൽ. നെയ്യാറ്റിങ്കൽ സ്വദേശികളായ അഫ്രാം, വിഷ്ണു, കുന്നത്തുകാൽ സ്വദേശി ബിനോയ്, ഉദയംകുള സ്വദേശി സാമുൽ തോമസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഏറെ പ്രയാസകരമായിരുന്നു ഭൂപതിവ് ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സുദീർഘമായ നിയമപരിശോധനകൾ നടത്തിയാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതെന്നും യാതൊരു വിധത്തിലും മലയോര കർഷകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെയാണ് ചട്ടങ്ങൾ രൂപീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ തനിച്ച് താമസിച്ചിരുന്ന 60-കാരിയുടെ കൊലപാതകത്തിൽ പോലീസ് തെറ്റായി പ്രതിയേർത്ത അബൂബക്കർ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. തന്നെ ഭീഷണിപ്പെടുത്തി പോലീസ് കുറ്റം സമ്മതിപ്പിച്ചതാണെന്ന് അബൂബക്കർ പറഞ്ഞു. മകന്റെ ജോലി കളയിക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് താൻ കുറ്റം സമ്മതിച്ചതാണ് അബൂബക്കറിന്റെ വാക്കുകൾ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിത വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഇവരെ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലെ ഗുരുതര പരാതിയുമായ കുടുംബം. അടുക്കത്ത് സ്വദേശിയായ ഹാജിരയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആവശ്യമായ ചികിത്സ ലഭിക്കാതെയാണ് ഹാജിര മരണത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റ്യാടി KMC ആശുപത്രിക്ക് മുൻപിൽ പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മരണം CPM സ്പോൺസേഡ് കൊലപാതകമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. വാക്കുകൾ കൊണ്ട് ആരെയും കൊലപ്പെടുത്തുന്ന CPM ശൈലിയാണ് ശ്രീജയുടെയും ജീവനെടുത്തത്. സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു. 60 വയസ്സിന് മുകളിലുള്ള ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5-അംഗ കമ്മീഷനാണ് നിലവിൽ വന്നത്. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സംഘപരിവാറിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഭൂരിപക്ഷ വർഗീയത വളർത്താനുമാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്ത് GST നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടക്കാമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന വരുമാന നഷ്ടത്തെപ്പറ്റി വലിയ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. താമരശ്ശേരി വയനാട് ചുരം വ്യൂ പോയിന്റിൽ മണ്ണിടിഞ്ഞ പ്രദേശത്തെ വാഹനഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. തടസ്സങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് പരിശോധനകൾ നടത്തിയ ശേഷം ചുരം റോഡ് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. ഓണാഘോഷത്തിൽ നിന്ന് ഒരു ഭാഗം കുട്ടികളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിനെതിരെ വിമർശനവുമായി മന്ത്രി V. ശിവൻകുട്ടി. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും ജാതിയും മതവും നോക്കിയല്ല കുട്ടികളെ പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ആഘോഷങ്ങൾക്കും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരമാണിത്. കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കരുതെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം നഗരസഭയിലെ കോടികളുടെ പെൻഷൻ തട്ടിപ്പിൽ പ്രതി അഖിൽ C. വർഗീസിനെ കൊല്ലത്തുനിന്നാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം പദ്ധതി നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള പസഫിക് ഏഷ്യൻ ട്രാവൽ അസോസിയേഷന്റെ 2025 ഗോൾഡൻ അവാർഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി. ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച ടൂറിസം നേട്ടങ്ങളെ ആദരിക്കാനാണ് ഈ പുരസ്കാരം നൽകുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയിൽ ആരോപണമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ലൈംഗിക പീഡന കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, എന്നാൽ കൃഷ്ണകുമാർ ആ നിയമം ലംഘിച്ചുവെന്നും ഭീഷണിപ്പെടുത്തുക എന്ന വിധത്തിലാണ് കൃഷ്ണകുമാർ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞതെന്നും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.